നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണനയിൽ എടുക്കുക. എനിക്ക് പ്രധാനപ്പെട്ട എന്ന് തോന്നുന്നു, നിങ്ങൾക്കും ചിലപ്പോൾ പ്രധാനപ്പെട്ടെന്ന് തോന്നുന്ന വീഡിയോസ് നമ്മൾ ഈ സിനിമയുടെ റിവ്യൂ അല്ലാതെ നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ ഒരെണ്ണമാണ്. ഇത് പൂർണ്ണമായിട്ടും വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയാണ്. ഇതിപ്പം റിവ്യൂ ചെയ്ത് എന്ത് പറഞ്ഞാലും ആ സിനിമ തിയേറ്ററിൽ കഴിഞ്ഞ് OTTയിൽ വന്നു. ഈ സിനിമയ്ക്ക് ഞാനൊരു 1 മിനിറ്റ് റിവ്യൂ എന്ന് പറഞ്ഞിരുന്നു. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയട്ടെ, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതാണ്. ഓരോരുത്തർക്കും സിനിമ കാണുന്ന ഓരോ രീതിയിലാണ്. എന്നാൽ പോലും ഒരു മെഗാ ഹിറ്റ് അല്ലെങ്കിൽ സൂപ്പർ ഹിറ്റ് ആകുന്നൊരു സിനിമ ഒരു 75% ഒരു 90% പേര്, മെഗാ ഹിറ്റ് ആണെങ്കിൽ 90% പേരെയും തൃപ്തിപ്പെടുത്തുന്ന സിനിമയായിരിക്കണം. ഒരു സൂപ്പർ ഹിറ്റ് ആണെങ്കിൽ ഒരു 75% പേരെയും തൃപ്തിപ്പെടുത്തുന്നതായിരിക്കണം. ഇങ്ങനെയൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ടല്ലോ. അല്ലാതെ 10% പേര് ഇഷ്ടപ്പെടുന്ന സിനിമ ഗംഭീര സിനിമയൊന്നും ആകത്തില്ല, എന്തായാലും കളക്ഷനിലായി ഒന്നും നേടത്തില്ല. എനിക്ക് ഈ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് സിനിമ കണ്ട ദിവസം തന്നെ ഞാൻ എൻ്റെ ഒരു 1 മിനിറ്റ് റിവ്യൂ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് വിനീത് ശ്രീനിവാസൻ്റെ ഏറ്റവും വേർസ്റ്റ് സിനിമ എന്ന് ഞാൻ പറഞ്ഞു. ഏറ്റവും മോശം സിനിമ വിനീത് ശ്രീനിവാസൻ്റെ സിനിമ. ഞാൻ ഭയങ്കര അറുപോറൻ സിനിമയെന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഞാൻ ഒരുപാട് വിനീത് ശ്രീനിവാസൻ്റെ സിനിമകൾ 1-2 വട്ടം എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ട സിനിമകളാണ്. ഇപ്പോൾ തട്ടത്തിൽ മറയത്താണെങ്കിലും, ജേക്കബിൻ്റെ സ്വർഗ്ഗരാജ്യമാണെങ്കിലും, പൊട്ട ശോഭനയും ധ്യാൻ ശ്രീനിവാസുള്ള തിരയാണെങ്കിൽ പോലും, മലർവാടി ആർട്സ് ക്ലബ് ആണെങ്കിൽ പോലും ഒരു വട്ടം അതൊക്കെ കാണാം. തിരയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷെ തിര ഗംഭീര വിജയമൊന്നും ആയില്ല. ജേക്കബിൻ്റെ സ്വർഗ്ഗരാജ്യവും ഈ പറഞ്ഞ പോലെ നമ്മുടെ തട്ടത്തിൽ മറയത്തും ബെസ്റ്റ് സിനിമകളാണ്. എനിക്ക് ഹൃദയം മുതൽ എനിക്ക് അങ്ങോട്ട് ദഹിച്ചില്ല. അങ്ങനെ ഇതിനകത്ത് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, ഇപ്പോൾ ഈ യൂട്യൂബേഴ്സ് പറയുന്ന പോലെയാണ് നമ്മൾ സിനിമകൾ കാണാൻ പോകുന്നത്. യൂട്യൂബേഴ്സ് ഗംഭീരം എന്ന് പറഞ്ഞാൽ ഒരു 50% പേര്, 100% പേരൊന്നും ഞാൻ പറയുന്നില്ല, 50% പേരും സിനിമ കാണാൻ പോകുന്ന യൂട്യൂബേഴ്സ് പറഞ്ഞ് അതിൻ്റെ റിവ്യൂ അങ്ങോട്ട് നോക്കിയ ശേഷം ഈ യൂട്യൂബേഴ്സ് എല്ലാവരും ഒരു 99% പേരും, നമ്മളും ചാനലുകളെല്ലാം കാണുന്നതാണ്, 99% പേരും അതിഗംഭീരം എന്ന് പറഞ്ഞ സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. എങ്ങനെ ഇങ്ങനെ റിവ്യൂ പറയാൻ തോന്നുന്നു? നമ്മളൊരു സിനിമ കാണുമ്പോൾ നമുക്കറിയാമല്ലോ അതിനകത്ത്. സത്യം പറഞ്ഞാൽ ആ സിനിമ ഒന്ന് ആലോചിക്കുക. എനിക്ക് തോന്നുന്നു എത്രയോ നന്നായിട്ട്, ഒന്നാമത് വളരെ ബുദ്ധിമുട്ടി അഭിനയിക്കുന്ന ഒരു നടനാണ് പ്രണവ് മോഹൻലാൽ. അത് എല്ലാവർക്കും അറിയാം. ഇപ്പം അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. മോഹൻലാലിൻ്റെ മകനാണെന്നുള്ളൊരു പിന്തുണ ജനങ്ങൾ കൊടുക്കുന്നതുകൊണ്ട്, ആ സ്നേഹം കൊടുക്കുന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പ്രണവ് മോഹൻലാൽ വളരെ നല്ല മനുഷ്യനാണ്, വളരെ സിമ്പിളാണ്, ഹമ്പിളാണ്, അതൊന്നും ഒക്കെ ഓക്കെയാണ്. പക്ഷെ അഭിനയത്തിലോട്ട് വരുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ ആദ്യയെക്കാട്ടിൽ എത്രയോ 100 മടങ്ങ് മോശമാണ് ഈ സിനിമയിലെ ക്യാരക്ടറും അല്ലെങ്കിൽ അദ്ദേഹം അഭിനയിപ്പിച്ചേക്കുന്നത്. എന്തോ ഫോഴ്സ്ഫുള്ളി ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ഈ കോമാളി വേഷം കിട്ടുന്ന 2 കഥാപാത്രങ്ങളായിട്ട് എനിക്ക് തോന്നിയത്, ഒന്ന് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ്റെയും, 2 നമ്മുടെ പ്രണവ് മോഹൻലാലിൻ്റെയും. നമ്മളതിൻ്റെ മേക്കപ്പ് പോലും ഇല്ല നമ്മൾ കൊച്ചു സ്കൂളിലൊക്കെ പഠിക്കുമ്പം ഫാൻസി ഡ്രസ്സിന് എടുക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നത്. ആ രീതിയിലുള്ള അവരുടെ സംഭാഷണ രീതികളാണെങ്കിലും ഒക്കെ. പിന്നെ ആ സിനിമയിൽ എടുത്തു പറയുന്ന നിവിൻ പോളി വരുന്ന ആ സിനിമയുടെ ഒരു 2.25 മണിക്കൂറുണ്ടെങ്കിൽ നിവിൻ പോളി വരുന്ന ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ടൊന്നും ആ സിനിമയ്ക്കൊന്നും ആകുന്നില്ല. പക്ഷേ എല്ലാവർക്കും ആ സിനിമയെക്കുറിച്ച് നെഗറ്റീവ് പറയാനുള്ള മടി എനിക്ക് തോന്നി. ഒന്ന് വിനീത് ശ്രീനിവാസൻ ബ്രാൻഡ് തന്നെയാണ്. കാരണം വിനീത് ശ്രീനിവാസൻ ഗംഭീര സംവിധായകനാണ്, നല്ല മനുഷ്യനാണ്, നല്ല വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഗംഭീരമാണ്, എല്ലാം. പക്ഷെ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു നെഗറ്റീവ് പറയാൻ പലർക്കും ഒരു പേടി. പിന്നെ 2, ധ്യാൻ ശ്രീനിവാസൻ എടുത്തിട്ട് എല്ലാവരും ട്രോളു എന്നുള്ളൊരു പേടി. പക്ഷെ സത്യസന്ധമായി എല്ലാവരും റിവ്യൂ പറയണമെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. സത്യസന്ധമായിട്ട് എല്ലാവരും പറയണമായിരുന്നു റിവ്യൂ. ഇവർക്ക് പലർക്കും അറിയാമായിരുന്നു ഈ സിനിമ മോശമാണ്. പക്ഷേ അതുകൊണ്ട് എന്താണ്, അത് നിർമ്മാതാക്കൾ ഉൾപ്പെടെ ഏകദേശം 80 കോടി രൂപ അത് കളക്ട് ചെയ്യും. പക്ഷേ ഇതിപ്പോൾ OTT റിലീസ് ചെയ്തപ്പോൾ സിനിമ കണ്ടവരെല്ലാം പ്രതീക്ഷയോടെയാണ് സിനിമ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇത്രയും ട്രോള് അടുത്ത കാലത്ത് ഒരു സിനിമയ്ക്കും, വളരെ ഞാൻ കാര്യമായ കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളും വേണമെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടാം. ഈ സിനിമ ഇഷ്ടപ്പെട്ട ഒരുപാട് പേര് കാണും, ഇഷ്ടപ്പെടാത്തവരായിരിക്കും ഒരുപാട് പേര്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. OTT വന്നപ്പോൾ എനിക്കൊന്ന് ഇത്രയും ട്രോളും തെറിവിളിയും കേട്ടൊരു സിനിമ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഇത്രയും ഗംഭീരം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും നമുക്ക് അതിനെ അഭിപ്രായത്തിൽ ഒന്ന് മാനിക്കാം. എനിക്ക് കുഴപ്പമില്ലെന്ന് പോലും തോന്നിയില്ല. ഭയങ്കരമായിട്ട് നമുക്ക് ബോറടിക്കുന്ന ഒരു സിനിമയായിട്ട് ഫീൽ ചെയ്യും. അന്നേരം യഥാർത്ഥത്തിൽ റിവ്യൂ മാറ്റിമറിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. റിവ്യൂ ഗംഭീരം എന്ന് പറഞ്ഞു സിനിമ OTT വന്നപ്പോഴത്തേന് അതിമോശമായി ട്രോൾ ചെയ്യുന്നു.
അത് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ഉൾപ്പെടെ എടുത്താണ് ഓരോരുത്തരും നിങ്ങളെ വിശ്വസിച്ചാണ് നമ്മൾ OTT ഇരുന്ന് ഈ സമയം കളഞ്ഞു എന്ന് പറഞ്ഞ്. നമുക്ക് വ്യക്തമായിട്ടറിയാം ആ സിനിമ അത്രയും ലാഗ് ചെയ്യുന്ന, അത്രയും മോശമായ. വിനീത് ശ്രീനിവാസൻ്റെ ചിത്രങ്ങളിൽ എനിക്ക് വളരെ വ്യക്തമായി തോന്നിയത് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലെ നല്ല ഗാനങ്ങളാണ്. ഗാനത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് വിനീത് ശ്രീനിവാസൻ. ഇതിനകത്തും എനിക്ക് ഇൻ്റർവ്യൂവിൽ ഓർമ്മയുണ്ട്, വിനീത് ശ്രീനിവാസനോട് ചോദിച്ചു, ഇതുവരെയും പാട്ടുകളൊന്നും ഹിറ്റായിട്ടില്ല, പടം ഇറങ്ങുന്നതിന് മുമ്പേ ഹിറ്റായിട്ടില്ലെന്ന് പറയും, പടം ഇറങ്ങും മുതൽ ഗംഭീരമായിട്ട് ഹിറ്റാകുമെന്ന് പറഞ്ഞ പാട്ടുകൾ. എനിക്കൊന്നും ഒരു പാട്ടുകളും നമ്മുടെ മനസ്സിലിരിക്കുന്ന ഒരു പാട്ടുകൾ പോലും ആ സിനിമയ്ക്കകത്തില്ല. അതായത് എല്ലാം കൊണ്ടും ഒരു തികഞ്ഞ പരാജയം. അത് നമ്മളൊരു അദ്ദേഹത്തിന് ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കണം. വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഡയറക്ടറുടെ ഓർമ്മപ്പെടുത്തലായിരിക്കണം, താങ്കൾ ഇനിയും ചെയ്യുന്ന പ്രോഡക്റ്റ് സിനിമ ഗംഭീരമായി ചെയ്യണം എന്ന് പറയാൻ നമുക്ക് പറ്റുന്ന ഒരു മോശം എന്ന് കണ്ട് പറഞ്ഞാലേ അദ്ദേഹം നന്നാക്കത്തുള്ളൂ. ഇത് ഗംഭീരമാണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം അടുത്ത സിനിമ ഈ ഒരു പാറ്റേൺ തന്നെ ഇദ്ദേഹം ഫോളോ ചെയ്യും. കാരണം ഹൃദയം മുതൽ ഇദ്ദേഹത്തിൻ്റെ ഗ്രാഫ് താഴോട്ടാണ്. ഇത് കൂപ്പ് കുത്തിയൊരു ഗ്രാഫ് യഥാർത്ഥത്തിൽ. അടുത്ത സിനിമ ഇദ്ദേഹം നല്ലതുപോലെ ആയിട്ട് എന്നാണ് നമ്മളും പ്രാർത്ഥിക്കുന്നത്, അത് നന്നായിട്ട് ചെയ്യട്ടെ. കാരണം അത്രയും കാലിബറുള്ള പൊട്ടൻഷ്യലുള്ള ഒരു ഡയറക്ടറാണ് വിനീത് ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ ഒരു റേഞ്ച് ഉണ്ട്. ആ റേഞ്ചിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളും ആ റേഞ്ചിൽ നിൽക്കുന്ന കഥകളും അദ്ദേഹം നല്ല ഗംഭീര ത്രില്ലറോ അല്ലെങ്കിൽ ഗംഭീര ആക്ഷൻ മൂവികളോ ഒന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ഒരു റൊമാൻറ്റിക് ലെവൽ, ആ ഒരു ഹ്യൂമർ അത് നാച്ചുറലായിട്ട് ചെയ്യുന്ന, വളരെ നന്നായിട്ട് ചെയ്യുന്നൊരു സംവിധാനം. പാട്ടുകൾ അതിഗംഭീരമായി നല്ല പാട്ടുകൾ ഉള്ള സിനിമകൾ എടുക്കുന്ന, ഇനിയിപ്പോൾ ഹൃദയം ഇനി എന്ത് പറഞ്ഞാലും സിനിമ ഓടിയെങ്കിൽ പോലും അതിനകത്തെ പാട്ടുകളാണ് അതിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നി. അല്ലാതെ സിനിമയ്ക്കകത്ത് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അന്നേരം പറഞ്ഞു പറയുന്നതല്ല, നമ്മൾ റിവ്യൂ എന്ന് പറയുമ്പം നിങ്ങൾ 6 റിവ്യൂ, ഇപ്പോൾ എൻ്റെയോ 6 റിവ്യൂ ആയിട്ട് പ്രധാനപ്പെടാത്തതൊന്നുമില്ലല്ലോ, 6 റിവ്യൂ ആണെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാതെ അതിന് ശേഷം റിവ്യൂ നിങ്ങൾ നോക്കുക. സത്യം പറഞ്ഞാൽ ചില സിനിമകൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ റിവ്യൂ കേട്ടിട്ട് പോകുന്നതുകൊണ്ട് ഗുണം കിട്ടിയേക്കാം, ചിലത് വളരെ മോശമായേക്കാം. ഇപ്പം ഗംഭീര റിവ്യൂ കൊടുത്തുകൊണ്ട് രക്ഷപ്പെട്ടൊരു സിനിമയെന്ന് ഞാൻ ഉറപ്പായിട്ടും പറയും വർഷങ്ങൾക്ക് ശേഷം. എന്നാൽ ചില സിനിമകൾക്ക് മിക്സഡ് റിവ്യൂ, മോശം റിവ്യൂ കൊടുക്കുമ്പോൾ നല്ല സിനിമകൾ ചിലപ്പം ഓടാതിരിക്കാൻ ചാൻസ് ഉണ്ട്. അന്നേരം അതിനകത്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അന്നേരം പ്രേക്ഷകനോട് നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഒരു സിനിമ കണ്ടിട്ടേ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ട്, നമുക്ക് തിയേറ്ററിൽ പോയി കാണാം, OTT കാണാം, അതൊന്നും എല്ലാവരുടെയും ഇഷ്ടമാണ്, അതൊന്നും സ്വാതന്ത്ര്യമാണ്. പക്ഷെ അത് കാണുമ്പം റിവ്യൂ എന്ന് പറയുന്നതിനെ മാത്രം ആശ്രയിച്ച് നിൽക്കരുത്. അത് ചിലപ്പോൾ പാകപ്പിഴകൾ ഉണ്ടാക്കാം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എനിക്ക് തോന്നിയത് വർഷങ്ങൾക്ക് ശേഷം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങൾക്ക് എങ്ങനെ വർഷങ്ങൾക്ക് ശേഷം കണ്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നി? ഗംഭീരമായിട്ട് തോന്നിയോ, ആവറേജായിട്ട് തോന്നിയോ, മോശമായിട്ട് തോന്നിയോ? എന്തൊക്കെയാണ് നിങ്ങൾക്ക് മോശമായിട്ട് തോന്നിയെങ്കിൽ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് നന്നായിട്ട് തോന്നിയെങ്കിൽ? നമുക്ക് നന്നായിട്ട് തോന്നിയെങ്കിൽ നമുക്ക് പലരും പറയുന്ന കാര്യങ്ങൾ എനിക്കും തോന്നിയൊരു മരുഭൂമിയിൽ മരപ്പച്ച പോലെ നമുക്ക് തോന്നിയ നമ്മുടെ നിവിൻ പോളിയുടെ ഒരു 15 മിനിറ്റ് സെൽഫ് ട്രോൾ നടത്തിയ ആ കഥാപാത്രം മാത്രം, കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അത് വലിയ എടുത്ത് പറയാനുള്ള സംഭവങ്ങളൊന്നുമല്ല. അതൊഴിച്ചു നിർത്തിയാൽ ആ സിനിമയിൽ എന്താണുള്ളത് എന്ന് എനിക്ക് തോന്നിയതുപോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് പറയാം. അപ്പം എനിക്ക് എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് പറയാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള വിഷനും രീതികളും സിനിമ കാണുന്നതിനുള്ള വീക്ഷണങ്ങളും എല്ലാം ഉള്ളതാണ്. എന്തായാലും പറയുക, വീഡിയോ പ്രസക്തമാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ OTTയിൽ വന്നതിന് ശേഷം നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും പറയുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണനയിലെടുക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.